ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പുട്ട് കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, മുട്ട, പച്ചമുളക് ഇതൊക്കെ ആവശ്യമുള്ള വലുപ്പത്തിലും ഭാവത്തിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചെടുത്താൽ മതിയേ. നമ്മൾ അധികം എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ടെടുത്തിരുന്നു. കടുക് നമുക്ക് അങ്ങനെ ഇടലൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കടുകിട്ട ടേസ്റ്റ് കൂടും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയെടുക്കാം. നമ്മൾ ആ ഉള്ളി വഴയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇട്ടാൽ മതിയേ. ഒന്ന് നന്നായി വഴന്ന് വരാനാട്ടോ ഉപ്പിട്ടത്. വഴന്ന് വന്നതിന് ശേഷം തക്കാളി, അതും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ശേഷം മുളക് ഇടുന്നുണ്ട്. നമ്മൾ നേരത്തെ 2 മുളകാണ് കാണിച്ചത്, പക്ഷേ എരിവിന് വേണ്ടി 1 മുളക് ഇടുന്നുള്ളൂ. ആവശ്യമുള്ള എരിവിന് മാത്രം ഇടുക കേട്ടോ. പൊടികളിൽ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ, വേറൊരു പൊടികളൊന്നും ഇടുന്നില്ല കേട്ടോ. ഇതിലോട്ട് ഇനി നമുക്ക് വെറുതെ ടേസ്റ്റിന് വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മുട്ട ഇല്ലെങ്കിൽ നമുക്ക് ബീഫോ ചിക്കനോ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ മുട്ട ഇടുന്നു. മുട്ട ഇട്ടാലും ടേസ്റ്റാണ്, ബാക്കിയുള്ളത് ഇട്ടാൽ ടേസ്റ്റൊക്കെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. നമ്മൾ പുട്ട് ബാക്കി വന്നാൽ ചിലപ്പോൾ ഇതന്നെ കേട്ടോ ഉണ്ടാക്കുക. ആ മുട്ടയെ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ വേറെ പൊടികളൊന്നും ഇട്ടില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടിയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പൊടി ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ പുട്ട് പൊടിച്ച് കേട്ടോ, വെറുതെ നമ്മൾ കൈ കൊണ്ടൊന്ന് അതിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നന്നായി വേവിച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ തിന്ന് നോക്കി, നല്ല രസമുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.